ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ ഓഫ് മെഡിസിൻ ആൻഡ് കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്. നമുക്ക് അറിയാം, ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 9 പേരിൽ ഒരാൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ക്യാൻസർ ബാധ ഉണ്ടാകും. ഏതാണ്ട് 100ഓളം രോഗങ്ങളെ ക്യാൻസർ എന്ന പേരിൽ നമ്മൾ വിളിക്കാറുണ്ട്. ആയതിനാൽ അടിസ്ഥാനപരമായിട്ടുള്ള ക്യാൻസറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഏവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഇന്നത്തെ വിഷയം എന്താണ് ക്യാൻസർ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, നമുക്കറിയാം, നമ്മുടെ ഓരോ അവയവവും കോശങ്ങൾ മൂലമാണ് അല്ലെങ്കിൽ സെല്ലുകൾ മൂലമാണ്. ഈ സെല്ലുകൾ നമ്മൾ ബിൽഡിങ്ങിൻ്റെ ബ്ലോക്കുകൾ പോലെയാണ്. ഇഷ്ടിക ഉപയോഗിച്ച് നമ്മൾ കെട്ടിടം പണിയുന്നു. ആയതുപോലെയുള്ള ബ്ലോക്കുകളാണ് സെല്ലുകൾ. ഈ സെല്ലുകൾ കൂടി ചേർന്നാണ് അവയവങ്ങളും ശരീരം മൊത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലുകളുടെ വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട്. അത് അനിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ നിയന്ത്രണം വിട്ട് വളരുന്നതിനെയാണ് ക്യാൻസറസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇപ്പം ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതിൻ്റെ വളർച്ചയിലുണ്ടാകുന്ന അനിയന്ത്രിതമായ വളർച്ചയാണ് ക്യാൻസറിൻ്റെ കാരണം. നമുക്കറിയാം, ഇവിടെ ഈ സെല്ലുകൾ വളർന്ന്, ഇതാണ് സെല്ല്. ഈ ക്യാൻസർ സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങൾ നിയന്ത്രണം വിട്ട് വളർന്ന് ഇവിടെ ഉണ്ടാകുന്ന വളർച്ചയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുക. നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വളരുന്നു. പ്രായമാകുമ്പോൾ അവർക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴോ അവ മരിക്കുന്നു. പഴയവയ്ക്ക് പകരമായി പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ത്വക്കിലെ കോശങ്ങൾ അറിയാം. അത് ഇടയ്ക്കിടയ്ക്ക് ഡാമേജ്ഡ് ആയിട്ടുള്ള കോശങ്ങൾ മാറുകയും പുതിയ കോശങ്ങൾ വരികയും ചെയ്യുന്നു. അപ്പോൾ അതിനൊരു നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണം വിട്ട് കോശങ്ങൾ വളരുമ്പോൾ, ഇതാണ് സാധാരണയായിട്ടുള്ളൊരു സെല്ല്. ഇത് വളരുന്നു, ചിലത് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ ആയുസ് എത്തുമ്പോൾ ആ സെല്ലുകൾ നശിപ്പിക്കപ്പെടുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നു. എന്നാൽ നിയന്ത്രണമില്ലാതെ അത് അനിയന്ത്രിതമായിട്ട് വളരുമ്പോഴാണ് അതൊരു വളർച്ചയായിട്ട് മാറുന്നത്. ഉദാഹരണമായിട്ട് നമുക്കൊരു സ്കൂളിൽ അല്ലെങ്കിൽ ഫാക്ടറിയിൽ ജോലിക്കാരുണ്ട്. ജോലിക്കാരുടെ അവരെ നിയന്ത്രണത്തിലാണ് അവർ ജോലി ചെയ്യുന്നത്. നിയന്ത്രണം വിട്ടു കഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്ന് പറഞ്ഞതുപോലെ ക്യാൻസറിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. സെല്ലുകൾ അനിയന്ത്രിതമായിട്ട് വളരുന്നു. ഇനി അടുത്ത ചോദ്യം, അനിയന്ത്രിതമായി വളരുന്ന എല്ലാ വളർച്ചകളും ക്യാൻസറാണോ? അല്ല. എല്ലാ ട്യൂമറുകളും അഥവാ വളർച്ചകളും ക്യാൻസർ അല്ല. ചിലവയെ നമ്മൾ ബിനൈൻ എന്ന് പറയും. ഉദാഹരണമായിട്ട് ബിനൈൻ, അതായത് ഈ വളർച്ച ഒരു സ്ഥലത്ത് മാത്രം അടങ്ങിയിരിക്കുകയാണ്, അത് പുറത്തേക്ക് മാറുന്നില്ല. അങ്ങനെയുള്ള മുഴകൾ നമ്മൾ ബിനൈൻ ട്യൂമറുകൾ എന്ന് പറയും. അപ്പം ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് പടരുന്നില്ല. എന്നാൽ ഈ മുഴ പെട്ടെന്ന് വളരുകയും അടുത്ത ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഈ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് വളർന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന മുഴകളെയാണ് നമ്മൾ ക്യാൻസർ എന്ന് പറയുക. അപ്പോൾ അനിയന്ത്രിതമായ കോശങ്ങളുടെ വളർച്ച മാത്രമല്ല, അത് ഒരു ഭാഗത്തുനിന്ന് മറ്റു ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്പ്രെഡ് ചെയ്യുന്നതിന് നമ്മൾ മെറ്റസ്റ്റേസിസ് എന്നാണ് പറയുക.
ഇപ്പോൾ ശരീരത്തിൻ്റെ ഇവിടെ ഒരു ഭാഗത്തുണ്ടാകുന്ന വളർച്ച, തൊണ്ടയിൽ അല്ലെങ്കിൽ ലങ്സിൽ, ലിവറിൽ, അല്ലെങ്കിൽ കുടലിൽ, ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാകുന്ന വളർച്ച അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെ നമ്മൾ സ്പ്രെഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റേസിസ് എന്ന് പറയും. ഈ മെറ്റാസ്റ്റേസിസ് രണ്ട് രീതിയിലാണ്. ഒന്ന് രക്തം വഴി, രക്തക്കുഴലുകൾ വഴി സ്പ്രെഡ് ചെയ്യാം. പിന്നെയുള്ളത് നമ്മൾ ലിംഫാറ്റിസ് എന്ന് പറയും, ലസിക ഗ്രന്ഥികൾ. ഇങ്ങനെ ലസിക ഗ്രന്ഥികൾ മൂലവും രക്തക്കൊഴലുകൾ വഴിയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ക്യാൻസർ സ്പ്രെഡ് ചെയ്യും. ആയതിനാലാണ് ഈ ക്യാൻസറസ് ഗ്രോത്ത് വളരെ അപകടകരമാകുന്നത്. ഇപ്പം ലളിതമായി പറഞ്ഞാൽ ശരീരത്തിലെ കോശങ്ങൾ നിയന്ത്രണാതീതമായി വളരുകയും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുകയും ചെയ്യുന്നതാണ് ക്യാൻസർ. അതുകൊണ്ടാണ് നമ്മൾ ക്യാൻസറസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. എല്ലാ മുഴകളും ക്യാൻസർ അല്ല, പല മുഴകളും ബിനൈനാണ്. അത് വളരെ ചെറുതായി മാത്രമേ വളരുകയുള്ളൂ. അങ്ങനെയുള്ള നമ്മൾ ബിനൈൻ ട്യൂമർ എന്ന് പറയും. അപ്പോൾ ക്യാൻസർ നേരത്തെ ചികിത്സിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് ഇതിന് ശരിയായ ചികിത്സയിലൂടെ ഇത് സ്പ്രെഡ് ചെയ്യാതെ ആരോഗ്യപ്രദമായി ജീവിക്കാൻ സാധിക്കാം. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയുള്ള സ്ക്രീനിങ് കൊണ്ട് അല്ലെങ്കിൽ മറ്റേ കണ്ടെത്തുന്നത് കൊണ്ട് ക്യാൻസറിനെ പ്രമേഹമോ പ്രഷറോ പോലെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് പോലെ തന്നെ മാനേജ് ചെയ്യുകയും ജീവിതത്തിൻ്റെ ആയുസ്സിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിക്കാൻ സാധിക്കും. അടുത്ത സെഷനുകളിൽ ക്യാൻസറിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പങ്കിടുന്നതാണ്. താങ്ക് യു.